നിങ്ങൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിക്കുന്നതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കൊടുക്കുന്നുണ്ടോ? ഈ ഒരു ശീലം ഏറെ നാൾ തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ക്യാൻസർ രോഗി അല്ലെങ്കിൽ ഹൃദയരോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ പ്ലാസ്റ്റിക് കുപ്പി വെച്ച് വെള്ളം കുടിക്കുന്ന കൂട്ടുകാരോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വീഡിയോ അയച്ചു കൊടുത്തോ. കാര്യം ഞാൻ നമ്മുടെ ജനറേഷനെ ബെസ്റ്റ് ആക്കുകയാണ് വോക്ക് ഡീബഗിലൂടെ. സോ ബേസിക്കലി ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ആദ്യം തന്നെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് ഈ പാക്കേജിൽ ഡ്രിങ്കിങ് വാട്ടറിനകത്ത് വരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ അല്ലെങ്കിൽ വളരെ ചീപ്പ് ആയിട്ടുള്ള ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്. ഒരു ദിവസമോ 2 ദിവസം കുടിക്കുമ്പോഴെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് BP വരെ കൂടുന്നതാണ് ഇപ്പോൾ റീസെന്റ് പഠനത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. ഈ BP, ക്യാൻസർ അല്ലെങ്കിൽ ഹൃദയരോഗം എല്ലാം വരുന്നത് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഫാക്ടറിലൂടെയാണ്. ഈ മൈക്രോ പ്ലാസ്റ്റിക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീപ്പ് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമ്മൾ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വാട്ടർ ഒക്കെ കുടിക്കുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക്കിന്റെ ചെറിയ ചെറിയ അംശങ്ങളാണ് ഈ മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഉള്ളിൽ പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ BP വരെ കൂടും എന്നുള്ള റീസൺ പഠനം വന്നിട്ടുണ്ട്. ഈ സംഭവം നമ്മുടെ ബോഡിക്ക് പറ്റിയതേ അല്ല. ഇതുകൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ ഡെയിലി കൺസ്യൂം ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ നിങ്ങൾക്കും ഇത് ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ വേഗം നിർത്തിക്കും. നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട്